ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെയല്ലല്ലോ അത് ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ആക്ച്വലി ഒരു വ്ളോഗാണ് കേട്ടോ. വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളൊക്കെ നമ്മൾ ജോലിയുടെ ഒരു പ്രഷർ, ടെൻഷന് അതൊക്കെ മാറി കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അപ്പം അങ്ങനെ ഒരു ട്രിപ്പാണിന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ചേച്ചി എൻ്റെ ചേച്ചിമാർ 2 പേരുണ്ട്. ചേച്ചിമാർ 2 പേരും സ്കോട്ട്ലാൻഡിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമായിട്ട് UK തന്നെ ഉണ്ടായിട്ട് പോലും എനിക്ക് പോയി കാണാനായിട്ട് ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കിനും കുറച്ച് നാളുകളായിട്ട് പോകണം എന്നിങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷെ നടക്കാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോവാണ്. അപ്പം ഞാൻ 1 വീക്ക് ഓഫ് ഹോളിഡേയ്സിലാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം, ഒരു ട്രാവലിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അതായത് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഡെയിലി വ്ളോഗ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ പുറത്തൊക്കെ താമസിക്കുന്നവരല്ലേ, UK താമസിക്കുന്നവരല്ലേ, അവിടെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടായിരുന്നു അങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ എൻ്റെ മടി കാരണമാണ് അങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ കൂടുതലും ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ, അപ്പം വീഡിയോസ് വീഡിയോ എടുത്ത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പം പോകുമ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 3-4 ദിവസത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം രാവിലെ ഇവിടെ 10:30 നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് 6:30 ഇൻ ദ ഈവനിങ് ആണ് ഫ്ലൈറ്റ്. അപ്പോൾ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ നമുക്ക് എന്തായാലും പാക്കൊക്കെ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പം ബൈ. അപ്പോൾ ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1:30 ഇവിടെ. ഒരു 2 മണിയാകുമ്പോഴത്തേക്കിന് എനിക്ക് ഇറങ്ങണം. ഇവിടുന്ന് ഒരു മണിക്കൂറിൽ കൂടുതലുണ്ട് ആക്ച്വലി. എന്താ പറയുക, എയർപോർട്ടിലേക്ക് നമ്മൾ ട്രെയിനാണ് പോകുന്നത്, പിന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റിന്. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് പിടിക്കാം. സോ എന്താ, അപ്പോൾ നമുക്കിനി എയർപോർട്ടിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് അപ്ഡേറ്റ് പോലെ ഞാൻ ഒന്ന് ഡ്രസ്സപ്പ് ചെയ്തപ്പോഴത്തേക്കിന് ജസ്റ്റ് വീഡിയോ എടുത്താണ്. അപ്പം ഇതൊക്കെ ഈ ഒരു കേൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് കേൾ ഓരോ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കേൾസാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഭയങ്കര കേളായിട്ട് കിടക്കുമെങ്കിലും നാളെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയാവും, കുറച്ച് സ്ട്രെയിറ്റ് ആവും, പക്ഷെ നല്ല വീതിയായിട്ട് കിടക്കും, നല്ല രസമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോമൻറ്റ് ചെയ്യാം, ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം, നിങ്ങൾ വാങ്ങിച്ച് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം ഞാനങ്ങനെ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ട്രെയിൻ എടുത്ത് നമ്മൾ ഗാറ്റ്വിക്കിൽ നിന്നാണ് നമുക്ക് എന്താ പറയുക ഫ്ലൈറ്റ് വന്നിട്ട്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേയ്സ് ഒന്ന് മാറിപ്പോകണം. അപ്പോൾ ഈ ഒരു ട്രിപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പോകുമ്പം എൻ്റെ ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. ആക്ച്വലി എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എല്ലാവർക്കും ഒരേ സമയത്ത് അവധി കിട്ടില്ലല്ലോ. കൂടാതെ ഞങ്ങളൊരു 2-3 വീക്സിന് മുമ്പ്, അതല്ലെങ്കിൽ ലാസ്റ്റ് മന്ത് തന്നെ ഞങ്ങൾ ഒരു 2 ഡേ ട്രിപ്പ് ഞങ്ങളെല്ലാവരുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഹോളിഡേയ്സ് കിട്ടിയില്ല. എൻ്റെ ഹോളിഡേയ്സ് നോക്കിയിട്ടാണ് ഈ പ്രാവശ്യം പോകുന്നത്. കാര്യം ചേച്ചിയെ കാണേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് അബുണ്ട് കൂടെ, എൻ്റെ കൂടെ കാർത്തിക്കുണ്ട്. ഞങ്ങൾ 2 പേരുമാണ് പോകുന്നത്. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. അപ്പം ചേച്ചി ഞങ്ങൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേയ്സിൽ നിന്ന് ട്രെയിൻ എടുത്ത് നമ്മൾ ഗാറ്റ്വിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ട്രെയിനിലിരുന്നപ്പോൾ ഉള്ള വ്യൂ. അതാണ് ഞാനിങ്ങനെ അത് ക്യാപ്ചർ ചെയ്തെടുത്തത്. അപ്പം നമ്മൾ 2 പേരും കൂടെയാണ് ഇവിടുന്ന് പോകുന്നത്. കാർത്തിക്ക് നേരെ ഗാറ്റ്വിക്ക് എയർപോർട്ടിലേക്ക് വരും. അവൻ അവിടെ നിന്ന് വരുന്നതാണ് എളുപ്പം. അങ്ങനെ നമ്മളിത് ട്രെയിൻ എടുത്ത് പോകണം. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പിടിച്ചു. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാര്യമായിട്ടൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളത് എയർപോർട്ടിലെത്തി നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തി. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ എന്താ പറയുക നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ് മാത്രമല്ലല്ലോ. പിന്നെ ബാഗ്സും കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം 15 kg ആണ് പറയുന്നത്. പക്ഷേ അതിന് ഓരോ മെഷർമെൻറ്റും ഡയമെൻഷനും ഒക്കെ ഉണ്ട്. പെട്ടിയൊന്നും, അതായത് നമുക്ക് ട്രോളി ബാഗ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കാര്യം അവരുടെ മെഷർമെൻറ്റിനനുസരിച്ചുള്ളതല്ല എന്നുണ്ടെങ്കിൽ അവർ ഫൈൻ ചാർജ് ചെയ്യും. നമ്മൾ ലാസ്റ്റ് വർഷം നമ്മൾ സ്കോട്ട്ലൻഡിൽ പോയിട്ടുണ്ടായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടുന്നൊക്കെ വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ പോയപ്പം ഞങ്ങളൊരു ട്രോളി ബാഗ് കൊണ്ടുപോയി. ഏറ്റവും അവസാനം ഒരു 60 pounds നമുക്ക് പെനാൽറ്റി അടിച്ചിട്ടുണ്ടായി. സാധനം കൊണ്ടുകൊണ്ടാണ് നമ്മൾ പൈസ അടയ്ക്കുകയാണ് ചെയ്തത്. സോ അങ്ങനെ നമ്മൾ ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. ഗാറ്റ്വിക്കിൽ വന്നപ്പോഴത്തേക്കിന് നല്ലതായിട്ട് വിശന്നു. കാർത്തിക് ഓൺ ദ വേ ആണ്. കാർത്തികിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇപ്പം ഞാൻ ഗ്രെക്സിലാണ്. ഗ്രെക്സിൽ നിന്ന് ഒരു പിസ്സ വാങ്ങി. ഗ്രെക്സിലെ പിസ്സ എൻ്റെ ഫേവറേറ്റ് പിസ്സയാണ്. പിന്നെന്താ പറയുക, പിന്നെ ഒരു ചോക്ലേറ്റ് ഫ്ലേവേർഡ് മിൽക്ക് M&Sൻ്റെ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. ഇനി ഇപ്പോൾ ഒരു 3:45 6:30 ഫ്ലൈറ്റ്.
പിന്നെ എന്താ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബോർഡിങ് തുടങ്ങും അല്ലേ, ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ എന്തായാലും അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കട്ടെ. ബാക്കി വിശേഷങ്ങൾ പയ്യെ കാണാം. അങ്ങനെ നമ്മൾ ആ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് കയറി കാർത്തിനെ കിട്ടി. നമ്മളെന്താ പറയുക, ഇനി ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ നടന്നു. വലിയ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല, വലിയ തിരക്കൊന്നും ഇല്ലാത്ത സമയം അതുകൊണ്ട്. അതിനുശേഷം നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള എന്താ പറയുക നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് വന്നു, സ്ഥലത്തേക്ക് വന്നു. ആക്ച്വലി ഇവിടെ വന്നിട്ട് ഞങ്ങൾ നോക്കി, ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ബോട്ടിൽ വാങ്ങിക്കാൻ നോക്കി. പക്ഷേ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അവർ അലോ ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല. ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അതൊന്നും നടന്നില്ല. അതിനുശേഷം നമുക്ക് പിന്നെയും ഒരു 45 മിനിറ്റ്സോളം നമുക്ക് അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഓൺ ടൈമൊക്കെ ആയിരുന്നു, പക്ഷേ നമ്മൾ നേരത്തെ ആയതുകൊണ്ട് വലിയ റഷില്ലാത്ത സമയം ആയതുകൊണ്ട് തന്നെയാണ് വെയിറ്റിംഗ് വന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഗ്യാറ്റ്വിക് എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. എൻ്റെ ബാഗ് ഒന്ന് പിടിച്ചു. അതിനുശേഷം കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം ഗേറ്റ് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്താ ഭയങ്കര ഒരു സന്തോഷം. ആക്ച്വലി എനിക്ക് ഇവിടെ എയർപോർട്ടിൽ വന്ന സമയത്ത് നാട്ടിൽ പോകുന്ന ഒരു ഫീലാണ് തോന്നുന്നത്. നാട്ടിൽ പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ട്. പക്ഷെ എന്താ പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട്, വിസ തീരാറായി, പാസ്പോർട്ട് തീരാറായി, കൈ കാശും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും നാട്ടിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ആഗ്രഹം അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്ലൈറ്റ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് EasyJet ആണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഫ്ലൈറ്റ് ആയിരിക്കും. അവിടെ ഇവിടെ ഒക്കെ കിടപ്പുണ്ട്. എന്തായാലും ലാസ്റ്റ് ടൈം ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ പോയ സമയത്ത് 1.5 മണിക്കൂറാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ ടൈം പറഞ്ഞിരുന്നത്. പക്ഷേ 1 മണിക്കൂറിന് മുമ്പ് ഞങ്ങൾ സ്കോട്ട്ലൻഡിലെത്തി. തിരിച്ചു വന്ന സമയം 1.25 മണിക്കൂർ വരട്ടെ, വെറും 45 മിനിറ്റിന് ഞങ്ങളുടെ പൈലറ്റ് ഞങ്ങളെ തിരിച്ചിവിടെ ലണ്ടനിൽ എത്തിച്ചായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയപ്പോഴത്തേക്കിന് ഭയങ്കര എന്താ പറയുക, ഞാനെന്ന് മാത്രമല്ല ഞങ്ങളെല്ലാവരും ഫ്ലൈറ്റിൽ കയറിയിട്ട് ആദ്യമായിട്ടുള്ള ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ CD മ്യൂസിക്കത്ത് കാണുമ്പോൾ മറ്റേ ലാസ്റ്റ് സീനകത്തുണ്ടല്ലോ മറ്റെന്താ ഫ്ലൈറ്റ് താത്തി മീറ്റിംഗ് കളിക്കാണ്. ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ചെവിവേദനയും കാര്യങ്ങളും. എന്താണെന്ന് ചിലപ്പോൾ ഒരു ക്ലൈമറ്റ് വേരിയേഷൻ്റെയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. എന്തായാലും ഈ പ്രാവശ്യം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്നാമത്തെ കാര്യം ചേച്ചിയെ കാണാൻ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ഇപ്പോൾ 4:53 ആയി. ഇനി ഒരു 1.5 മണിക്കൂർ, ഒരു മണിക്കൂർ, ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ സ്കോട്ട്ലൻഡിൽ ചെന്നിട്ട് കാണാം. അപ്പം അത്രയേ ഉള്ളൂ. ഒരാളെ മിസ്സിങ്, ഒരാളെന്ത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് കണ്ടപ്പം ആ ആവേശത്തിൽ വീഡിയോ എടുക്കാൻ പോയി. നാട്ടിലെ ഒരു ഓർമ്മ. ഇവിടെ ഗ്യാറ്റ്വിക്കിന് കൊച്ചിയിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഞാൻ നാട്ടിലോട്ടൊക്കെ പോകുമ്പം അങ്ങനെ പോകാറുള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് ഇല്ല, ഫ്ലൈറ്റ് നിർത്തി. പക്ഷെ എന്നാലും എയർ ഇന്ത്യ കണ്ടപ്പം അവനാ ഒരു സന്തോഷത്തിൽ പോയതാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ സമയമായി. നമ്മളത് ഫ്ലൈറ്റിൽ കയറാൻ പോകണം. EasyJetൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. ആക്ച്വലി ഒരു 2 hours പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 2 മണിക്കൂറിന് മുമ്പ് ചെല്ലും, അത് 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മളതാ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. ഞാനൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ഫ്ലൈറ്റിൽ കയറി. എനിക്ക് വന്നിട്ട് എന്തായാലും വിൻഡോ സീറ്റ് കിട്ടി. ഞങ്ങൾ 3 പേരും ഒന്നിച്ചായിരുന്നു. അപ്പോൾ വിൻഡോ സീറ്റ് ഞാൻ അങ്ങ് അടിച്ചു മാറ്റി. വിൻഡോ സീറ്റ് എപ്പോഴും ഒരു വികാരമാണല്ലോ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല, അതെപ്പോഴും എനിക്കൊരു വികാരം തന്നെയാണ്. ഇപ്പോഴാണ് കാർത്തി ഫ്രെയിമിൽ വന്നത്. ഇത്ര നേരം വീടെടുത്തപ്പോൾ കാർത്തിയിലായിരുന്നു. എപ്പോഴും ഭയങ്കര ബിസിയാണ്. അതെ 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 അതെ. ചുമ്മാ തള്ളി ഇങ്ങ് മറിക്കുക. എന്തായാലും നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി. നമുക്ക് വിൻഡോ സീറ്റൊക്കെ കിട്ടി. വിൻഡോ സീറ്റ് നമുക്ക് സ്പോൺസർ ചെയ്ത അബൂബക്കറിന്, ഇവന് പ്രായം കൂടുതലായതുകൊണ്ട് ഞാൻ ബഹുമാനിക്കുക. അബൂബക്കർ സിദ്ദിഖ്, നമ്മുടെ നന്ദി, നമസ്കാരം, ഹൃദയം നിറഞ്ഞ നന്ദി, എന്താ പറയുന്നത്, നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ അവസരത്തിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ അഫ്നയും ഷാരിയെയും ജെറീനെയും കുട്ടി ഫേരെയും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഉമ്മ കമ്പാനിയൻസായ അങ്ങനെ എന്താ എൻ്റെ ഉമ്മ ഉപ്പ കമ്പാനിയൻസായ അവളുമാർ എനിക്ക് ഉമ്മ എന്നൊരു ഫോട്ടോ എടുത്ത് ഇന്ന് സ്റ്റോറി ഇട്ടായിരുന്നു, അല്ലെ പോസ്റ്റ് ചെയ്തതിനെ പറ്റിയിട്ടുള്ള കോമൻസ് ആണ് ഇപ്പം നമ്മൾ കേട്ടത്. എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ സ്കോട്ട്ലൻഡിൽ കണ്ടിട്ട് അറിയാം. സ്കോട്ട്ലൻഡിലെ മണ്ണിൽ കാല് കുത്തുമ്പോൾ മഴ പെയ്യും, മുഴുവയ്ക്കും. ഇപ്പം തന്നെ നല്ല മഴക്കാറൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാറായി. ഫ്ലൈറ്റ് ഷൂ വെച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി നമുക്ക് സ്കോട്ട്ലൻഡിൽ ചെന്നിട്ട് കാണാം.
സ്കോട്ട്ലൻഡിലെത്തിയിരിക്കുകയാണ്. പൈലറ്റ് പറഞ്ഞ വാക്ക് പാലിച്ചു. കറക്റ്റ് സമയത്ത് കറക്റ്റ് 8 മണിയാവുന്നത്. നാട്ടിലാണ് പറയുന്നത്. യാത്രക്കാരുടെ ശ്രദ്ധിക്കേ. അപ്പം അത് മാറി. എന്നാൽ നമ്മൾ സ്കോട്ട്ലൻഡ് ഇത്രയുണ്ട്. നീ ഇല്ലേലും അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. വീഡിയോ എടുക്കാനത് സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് അതെ നാട്ടിലെ പോലെ ഡൊമസ്റ്റിക് അല്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ട് ഒരു സംഭവം തന്നെയല്ലേ. ചേച്ചി വന്നിട്ട് ചേച്ചിയെ നോക്കി അബു തോന്നു. ഏതാണ് ചേച്ചി ഇത്? ആ അത് വരുന്നല്ല, അല്ല അത് വരുന്നല്ല ചേച്ചി, ഏതോ ചേട്ടനാ. ആ അവിടെ ഉണ്ടപ്പോ നിന്നു തോന്നുന്നു, ഇറങ്ങി വരുന്നു. എന്റെ പൊന്നെ ചേച്ചി ഇവിടെ നിന്നെ കണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാ വരാത്ത ഇങ്ങോട്ട്. ചേച്ചി വഴി തെറ്റിപ്പോയി. ചേച്ചി നിന്നെ കണ്ടതും വളച്ചതോണ്ട് ഏതോ കാട്ടിപ്പോയി നിൽക്കുന്നു. തോണ്ട കണ്ട 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 അവിടെ ഒളിച്ചിരിക്കുകയാണ് ചേച്ചി, ഒളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട കറങ്ങുന്നു. ഇതോ പിന്നെയും ചേച്ചി ഇതോ പോന്നു. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം എന്നുള്ള കാണിക്കാൻ വേണ്ടി ചേച്ചി കറങ്ങുന്നു. ആ ചേച്ചി ഇതുകൊണ്ട് ആ വഴിയല്ലേ ചേച്ചി വന്നത്. ചേച്ചി വഴി പഠിക്കും. നമ്മുടെ നാട്ടിൽ എച്ച് വെട്ട് കൊടുക്കുന്ന പോലെ ഈ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ലൈനാണ്. ചേച്ചി പിന്നെ ഇറങ്ങി നോക്കോട്ട് പോകുന്നു, ഇറങ്ങി. അങ്ങനെയാണല്ലോ നിങ്ങൾ സ്കോട്ട്ലൻഡിലെ ബസ് കാണും. സ്റ്റേജ് കോച്ചിന്റെ സ്വന്തം വണ്ടി തന്നെ, സ്റ്റേജ് കോച്ചിന്റെ വണ്ടി തന്നെ. ലണ്ടനിലെ പോലെ റെഡ് ബസ് അല്ല, മഞ്ഞ ബസ്. അതെ മഞ്ഞ ബസ്. ഞാൻ വീട്ടിൽ ഒരു മഞ്ഞ ഡ്രസ് എടുത്തേക്കാണ്. ആ ഡ്രസ് കാണുമ്പോ എല്ലാവരും ഞെട്ടും ഗൈസ്. ഭയങ്കര മഞ്ഞ, മഞ്ഞ. ഇങ്ങനെ കുറച്ച് ഓവറായാലും എല്ലാരും ശ്രദ്ധിക്കുന്നു. അയ്യോ ഇപ്പൊ എന്താ ചേച്ചി നല്ല മഞ്ഞായിട്ട് നിൽക്കണ്ട, അടിച്ച് പിരിവിരി പിൻപിരി പോയോ ചേച്ചി പോയി. അതോ ഏറ്റവും മുന്നേതോ വരുന്നു. അങ്ങനെ അറ്റ്ലാസ് ചേച്ചി ഇതോ അങ്ങനെ ചേച്ചി ഓരോ വഴികൾ കണ്ടുപിടിച്ച്, അതെ അതെ വഴികൾ കണ്ടുപിടിച്ച്. അയ്യോ പിന്നെ ഒളിച്ച് അതുകൊണ്ട് പോന്നു. ദീപന് സമാധാനം പറഞ്ഞ പാവം ചേച്ചി കണ്ടല്ലോ നമ്മള് ആണുണ്ടല്ലോ. പാവം ചേച്ചി ലെഫ്റ്റ് റൈറ്റ്. ടൈം അപ്ഡേറ്റ് 8:32. 2 മിനിറ്റ് കൊണ്ട് നമ്മളെ കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നീ മനസ്സിലായി, ഇവിടെ നിർത്താൻ കുഴപ്പമൊന്നുമില്ല, ക്യാമറ ഒന്നും ഇല്ല, നീ പെട്ടെന്ന് കയറിയാ ഇങ്ങോട്ട്. അപ്പൊ ചേച്ചി ഞങ്ങളെ കണ്ടില്ലായിരുന്നല്ലേ? ആ അത് പറ. ഞങ്ങളല്ല ചേച്ചിക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് വീഡിയോ കാണിച്ചു ചേച്ചി എടുത്ത് കറങ്ങുന്നത്. ഞങ്ങൾ മുന്നിൽ കിടന്നു. നാളെ കിടന്നില്ല, എയർപോർട്ടിൽ കിടന്ന് കറങ്ങു പോവാ. ഇതിവിടെ കണ്ടിട്ട് പോലും വഴി മനസ്സിലാവുന്നല്ലേ ചേച്ചി? ഞാൻ കണ്ടു കേറിയിട്ട് ചേച്ചിയോടൊപ്പം നിക്കുന്ന കണ്ടു. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് അടുത്തോട്ട് വരും. അവിടെ ആ ചേട്ടൻ നിന്ന് അവിടെ എന്തോ പറയാനാ? ഓ കണ്ട് ആരോ നോക്കുന്നു പറയുന്നുണ്ട്. ഞാൻ ആരോ നോക്കിട്ടൊന്നും ഞാൻ. ഹായ് മോനെ, കൊച്ചിന്റെ പേരെന്താടാ? അബു. അബു എന്നെ അറിയാമോ? എന്നെ കണ്ടുണ്ടോ? ഇല്ലല്ലോ. ചേച്ചി അന്ന് വീട്ടിൽ വന്നപ്പോഴേക്കും ഉണ്ടായിരുന്നു ചേച്ചി അവിടെ.
അന്നും ഞങ്ങൾ ഇവരോട് അത്ര വലിയ അതെ 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 ഇവരന്ന് ഇവരെല്ലാരും മേടിച്ചിരുന്നത് ഇവൻ ഭയങ്കര വിഷയമാണ്, പെണ്ണുങ്ങളെ അടുപ്പിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ പിന്നെയാണ് പഞ്ചപാവവും വേണ്ടി വരും ചേച്ചിയുടെ നല്ല സ്വീറ്റ് പേഴ്സൺ. ഞാൻ പറഞ്ഞ ചിരി അടിപൊളിയാന്ന് ചേച്ചി ഫോട്ടോ ഒക്കെ ചിരിച്ച് പിന്നെ മാസ് പിന്നെ പറയണ്ടല്ലോ. ഞാൻ ചേച്ചി ആ വീഡിയോ ഇട്ടപ്പോഴേക്കും സിംഗപ്പെണ്ണ് സിംഗപ്പെണ്ണ് അതാ ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ചേച്ചിയുടെ പ്ലാൻ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ പറയാം, നമ്മള് 3 ദിവസത്തെ പ്ലാൻ എന്ന് പറഞ്ഞാല് നിങ്ങള് വെള്ളിയാഴ്ച പോയിട്ട് പോകില്ലേ? വെള്ളിയാഴ്ച പോയിട്ട് പോകുന്നത് ഐ ലവ് സ്കൈ ഗ്ലെൻകോ ആ ഒരു ഏരിയക്ക് ഒരു ദിവസം പിടിക്കും. അത് ഒരു ദിവസം നമുക്ക് രാവിലെ പോകണം. പക്ഷെ രാവിലെ ഞാൻ പറയട്ടെ, ഒരു 9 മണി 9:30 ആകുമ്പോൾ ഐ ലവ് സ്കൈ നമ്മൾ ചെല്ലുന്ന പോയാല് നമുക്ക് കെട്ടിപ്പിടിച്ചാ നിങ്ങള്. അയ്യോ കെട്ടിപ്പിടിക്കാ ചേച്ചി വളർന്നല്ലോ. ചേച്ചി വളർന്നു വലുതായെന്ന് പറഞ്ഞേ ക്ഷീണിച്ച്. അത് ഇപ്പൊ എന്താ പറയുക, 2-3 ആഴ്ച കൊണ്ട് ഇച്ചിരി ഉടഞ്ഞു കാണണം. ചേച്ചി എത്ര നാളായി കണ്ടിട്ടല്ലേ? സ്റ്റാർട്ടിംഗ് ആണിത്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ് അത്ര. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്. ഈസ്റ്റ് ഗേറ്റ് ഷോപ്പിംഗ് മോള്. ഇവിടുന്ന് അങ്ങോട്ട് ഹൈ സ്ട്രീറ്റ്. അച്ഛനാണെങ്കിൽ പറഞ്ഞത് നമുക്കെല്ലാം ഒതുക്കിയിട്ടൊക്കെ ചെയ്താൽ പോരെ. കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യുക. ഇവിടെ ഒരു മെക്ലോഡ്സ് എന്ന് പറയുന്നൊരു ഫിഷ് ചിപ്പി കടയുണ്ട്. അതാണ് ഇവിടുത്തെ ഭയങ്കര ട്രഡീഷണൽ ഫിഷ് ചിപ്പി കടയാണ്. എല്ലാം ഈ എണ്ണയ്ക്കകത്ത് കുത്തിപ്പൊഴിച്ചത്. അങ്ങനെ നമ്മൾ സേഫായിട്ട് ഇതാ സ്കോട്ട്ലൻഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് കടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് നമുക്ക് പോകണം. അപ്പോൾ രാവിലെ ഇത്രയും ചേച്ചി നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. സ്പെഷ്യൽ താങ്ക്സ് ടു ടിൻറ്റു ചേച്ചി രാവിലെ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ചിക്കൻ കറിയൊക്കെ വെച്ച് നമ്മൾ വയറ് നിറച്ചൊക്കെ ഫുഡൊക്കെ കഴിച്ച് ചേച്ചി തന്നെ എല്ലാവർക്കും വെള്ളമൊക്കെ തന്നു. അങ്ങനെ വളരെ സന്തോഷമായിരുന്നു. എല്ലാവരെയും കണ്ടപ്പോഴത്തേക്കിനും ഒരുപാട് ചേച്ചിയെ കണ്ടിട്ട് കുറേ വർഷങ്ങളായി. എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ നല്ല സന്തോഷം, നല്ലൊരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ till then take care, bye bye.